ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. റംദാൻ മാസമൊക്കെ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ അടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അയല മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുഴയ്ക്കാനായിട്ട് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമുക്കിതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന 3 അയലമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ അടയ്ക്ക് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും നല്ലതാണ്. മത്തി എടുത്താലും ചെമ്മീൻ എടുത്താലും നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം മുള്ളില്ലാത്ത മീനാണെങ്കിൽ കഴിക്കാൻ എളുപ്പം നല്ലതായിരിക്കും. നല്ല ടേസ്റ്റുമാണ് അയല മീൻ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അത് മത്തി എടുത്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ മത്തിയിൽ ധാരാളം മുള്ളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അയല മീൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു വലിയ കടായി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലുള്ള നാടൻ റെസിപ്പിക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. 2 വശവും ഏകദേശം മൂത്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതേപോലെ മുള്ളില്ലാതെ അതിൻ്റെ ദശ മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ അപ്പോൾ മുള്ളൊക്കെ ഉണ്ടെന്ന് അയല ആയതുകൊണ്ട് വലിയ മുള്ളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളിയും 1 കപ്പ് നാളികേരം ചിരകിയതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് ചതച്ച് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ വറുത്ത ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ മീനകത്തും മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാളയും അതിൻ്റെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഞാനിതൊന്ന് തല്ലി പൊത്തി വെക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മുള്ളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് ഇട്ടിരിക്കുന്നത്. തീരെ നൈസായിട്ട് വേണമെങ്കിലും പൊടിച്ചിടാം. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലുപ്പത്തിൽ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് തല്ലി പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയും മീനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവിനുള്ള നോക്കാം. ഇതേപോലെ ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരിക. 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും നമ്മൾ നാളികേരം ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ട്
ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നില്ല, അതേപോലെ ചൂടുവെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യമേ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് വെള്ളം കൂടെ വേണം, അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ ഒന്ന് ലൂസായിരിക്കണം മാവ് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ മീനടയ്ക്ക് നമ്മൾ പുഴുക്കൽ അരിയൊക്കെയാണ് ചേർക്കുന്നത്, അതേപോലെ പച്ച അരിപ്പൊടിയും ചേർക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വറുത്ത അരിപ്പൊടി, ഇടിയപ്പപ്പൊടി, പത്തരിപ്പൊടിയൊക്കെ എടുത്താലും നല്ല ടേസ്റ്റിൽ നമുക്ക് മീനട ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒരു വാഴയില എടുക്കുക, അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കുക. അതിന് മുകളിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉരുളയാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കാം. തീരെ നൈസായിട്ട് പരത്തണം. കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം പരത്തി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പരത്തി കിട്ടും. അപ്പോൾ ഈ ഒരു അടയ്ക്ക് നല്ല തീരെ നൈസായിട്ട് പരത്തുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഈ ഫില്ലിങ്, മീനിൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ കറക്റ്റ് സെൻട്രലിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അപ്പച്ചെമ്പ് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു മീനടകളെല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോഴൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഇലയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാണെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ പുഴുക്കലരി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വറുത്ത അരിപ്പൊടി കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനട ഉണ്ടാക്കാം. എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അസാധ്യ ടേസ്റ്റാണ്. ഏത് മീൻ വേണേലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനട എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.